നമസ്കാരം. കാനഡയ്ക്കും ഗ്രീൻലൻഡിനും ഇടയിലായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു ചെറുകര കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഡേവിസ് സ്ട്രെയ്റ്റ് പ്രോട്ടോ മൈക്രോ കോണ്ടിനെന്റ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഗ്രീൻലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്തുനിന്ന് അകലെയായി മുങ്ങിയ നിലയിലാണ് ഈ ചെറുകര സ്ഥിതി ചെയ്യുന്നത്. ഭൂഖണ്ഡങ്ങളുടെ രൂപീകരണം ഭൗമപ്ലേറ്റുകളുടെ ചലനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഭൂചലനങ്ങൾ, അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, പർവ്വതങ്ങളുടെ രൂപീകരണം എന്നിവയെല്ലാം പ്ലേറ്റ് ചലനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. ഈ മേഖലയിലെ പ്ലേറ്റ് ചലനങ്ങൾക്ക് 3 മുതൽ 6 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് ചെറുകരയുടെ ഉത്ഭവത്തിന് വഴിവെച്ചത്. 5 മുതൽ 6 കോടി വർഷങ്ങൾ മുൻപാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. ജലത്തിലാണ്ടുപോയ കരകൾ വേറെയുമുണ്ട്. ന്യൂസിലൻഡ് എന്ന ദ്വീപരാജ്യം ചരിത്രാതീത കാലഘട്ടത്തിൽ കടലിൽ മറഞ്ഞുപോയ ഒരു ഭൂഖണ്ഡത്തിന്റെ ഇന്നത്തെ ശേഷിപ്പാണ്. സിലാൻഡിയ എന്നാണ് ഈ ഭൂഖണ്ഡം അറിയപ്പെട്ടിരുന്നത്. നിലവിൽ ഭൂമുഖത്ത് ന്യൂസിലൻഡും ന്യൂ കാലിഡോണിയ എന്ന മറ്റൊരു ദ്വീപും മാത്രമേ ഈ ഭൂഖണ്ഡത്തിൻ്റെതായി നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ 94% കരയും സമുദ്രത്തിന് അടിയിലാണ്. ഏകദേശം 50 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഭൂഖണ്ഡമായിരുന്നു സീലാൻഡിയ. യൂറോപ്പിൻ്റെ പകുതിയോളം വരും ഇതിൻ്റെ വിസ്തീർണം. 2017 ഇതിന് ഭൂഖണ്ഡ പദവി ലഭിക്കുന്നത്. തെക്കൻ ശാന്തസമുദ്രത്തിന് 3500 അടിയോളം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കൃത്യമായി ഇതിൻ്റെ അതിരുകൾ കണ്ടെത്തുന്നത് ഗവേഷകർക്ക് വലിയ വെല്ലുവിളിയാണ്. ഭൂമിയുടെ ആദ്യ ദശയിൽ പാൻജിയ എന്ന ഒറ്റ വൻകരയാണ് ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് ലോറേഷ്യ എന്നും ഗോണ്ട്വാന എന്നും 2 ഭൂഖണ്ഡങ്ങളായി മാറി. പിന്നീടാണ് പല കരകൾ രൂപീകരിക്കപ്പെട്ടത്.